നമസ്കാരം. കേരള യൂണിവേഴ്സിറ്റി S4 ഡിഗ്രിക്കാർക്ക് ജനറൽ ഇംഗ്ലീഷിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഗ്ലോബൽ വോയിസസിലെ ആഗനി എന്ന കവിത, അനിൽ ഖറായുടെ ആഗനി എന്ന പോമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Agony by Anil Kharai. That is a tale told with difficulty. To whom do they belong, forest, land or heart? On a wrinkled face and a famished body, the tricolor stings like a venomous asp. I need food. I need water. I need shelter amongst my people. The old woman crouches slowly to the closed ration shop with her stick. One moment of pause, she gasps for breath in sweltering heat, her BPL card blurred by sweat. She is a sketch in black and white of a poor, forlorn soul trudging an aimless path with moistened eyes. The arid land around her promises ruin. Air is sick, and the early evening moon, a beguiling dream of forbidden pleasures of yesteryears, now returns to sting. Time ticks by, and the old soul forlorn fights with needs of rice, of hearth, of clothing, of festive frivolities in holy, mad splash of colors. Between the dream and the reality falls the shadow of pestilence, of a gradual decay in the ramshackle frame. Disease, deadly as wood ant's gall, burns the body, the mind, the soul, burning, burning, burning. The decayed house of a deprived nation, forever doomed like ancient women, struggling to survive. Thank you. That is a tale told with difficulty. അനിൽ ഖറായുടെ ആഗനി എന്ന കവിത. അത് ബംഗാളിയിലാണ് ആദ്യം എഴുതിയത്. അത് ഔഗൺബറി എന്നാണ് ബംഗാളിയിൽ പബ്ലിഷ് ചെയ്ത് വന്നത്. അതിൻ്റെ ട്രാൻസ്ലേഷനാണ് ഇന്ദ്രനിൽ ആചാര്യയുടെ ട്രാൻസ്ലേഷനാണ് നമുക്ക് ഇവിടെ ഗ്ലോബൽ വോയിസസിലുള്ളത്. അപ്പോൾ അതിൽ എൻ്റെ ഓപ്പണിംഗ് ലൈൻസ് ആർ ദീസ്: ദാറ്റ് ഇസ് എ ടെയിൽ ടോൾഡ് വിത്ത് ഡിഫിക്കൽട്ടി. Now, any tale of oppression, of marginalization, any tale of exploitation, of dispossession, it can be told only with difficulty. It can be told only with pain, extreme pain, agony, angst. ഇല്ലേ, ദളിത് ലിറ്ററേച്ചറിൻ്റെ തന്നെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഈ ആർട്ടിക്കുലേഷൻ ഓഫ് പെയിൻ, ഓഫ് ആങ്സ്റ്റ്, ഓഫ് പ്രൊട്ടസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ ഈയിടെയായിട്ട് നമ്മളൊരു വ്യത്യസ്തമായ ഒരു ട്രെൻഡ് നമുക്ക് ഉരുത്തിരിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് സ്പില്ലിംഗ് ഓവർ ടു ദ പോപ്പുലർ ആർട്ട് as well. ലൈക്ക് അറിവിൻ്റെ എൻജോയ് എൻജോയ് എന്നൊക്കെ പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് there is this celebration of this collective Dalit identity, of the collective Dalit history, of the Dalit experience. അത് irony of ഇതൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, ഈ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ അതിൻ്റെ അകത്ത്. ഇറ്റ് ഈസ് റിംഗിങ് വെരി മച്ച് ഇൻ ദോസ് ലൈൻസ്. പക്ഷേ സ്റ്റിൽ ഓൺ എ കാർണിവലസ് ക്യാൻവസ് യു സീ ദ സെലിബ്രേഷൻ ഓഫ് ദളിത് എക്സിസ്റ്റൻസ്. അതേപോലെ തന്നെ മലയാളിയായ വേടൻ, അദ്ദേഹത്തിന്റെ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന ഒരു റാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തും what you see is they are letting their voice heard, and the voice, it is a little unsettling for the society. ഇല്ലേ, അത് ഇങ്ങനെ തൊടുത്തു വിടുകയാണ്, ശരങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങളുടെ ശരങ്ങൾ ഇങ്ങനെ തൊടുത്തു വിടുകയാണ്. ആൻഡ് those are denting big holes in the collective social ego. അപ്പോൾ നമ്മുടെ ഈ കവിതയിൽ രണ്ടു മൂന്നിടത്ത് പറയുന്ന പോലെ ഇറ്റ് ഇസ് ബേണിംഗ്, സ്റ്റിങ്ങിങ് എന്ന വാക്കുകളുണ്ട്. അപ്പോൾ ആ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ബേണിംഗ് ആൻഡ് സ്റ്റിങ്ങിങ് ദ സോഷ്യൽ കളക്റ്റീവ് കോൺഷ്യൻസ്. ഇല്ലേ, പിന്നെ ബൈ ഈ ചോദിക്കുന്ന വളരെ പിന്നെ അൺസെറ്റിലിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളില്ലേ, നീർനിലങ്ങളിനടിമയാരുടമയാര് നിലങ്ങളായിരം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെയിൽ തീർത്ത് പിന്നെ പകുത്ത താരം എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ ശരിക്കും. അപ്പൊ ഇതേ ചോദ്യങ്ങൾ നമുക്ക് പല ഈ ദളിത് ലിറ്ററേച്ചർ ഉടനീളം നമുക്ക് ഈ ഡിസ്പൊസഷന്റെ ചോദ്യങ്ങളില്ലേ, ഹൗ കുഡ് യു കീപ്പ് us away from the land which we cultivated, which we worked on, which we പിന്നെ ഞങ്ങളുടെ വിയർപ്പ് വീണ ഈ മണ്ണിൽ നിന്ന് ഞങ്ങളെ എങ്ങനെ മാറ്റി നിർത്താൻ സാധിച്ചു, ഇല്ല ഞങ്ങൾ ജനിച്ചു വളർന്ന കാടുകളിൽ നിന്ന് ഞങ്ങളെ എങ്ങനെ മാറ്റി നിർത്താൻ സാധിച്ചു എന്നുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യം
These same questions are raised in this poem. Anil Kharayude Agonyilum, the same questions, or invocation pole are lines. To whom do they belong? The forest, land, or heart? To whom do they belong? E kadugalum, e nelavum, e heart. Heart means shelter. The small huts where you have the warmth of your fireplace and your security. Because we get evicted from there, displaced from there time after again. You bring in your development projects, you bring in your reserve areas, and we displaced ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തുനിന്നും. So ഇതൊക്കെ ആരുടെയാണ് ഈ forest, land or heart? And then you have this image of this old lady, this famished, wrinkled lady, walking with a stick in one hand and her BPL card in another to the closed ration shop. The closed ration shop. Even before she starts the journey, she probably knows that the ration shop would be closed. But still, she has to go. Why? Because she has to meet her very pressing needs of food, water and shelter. And that is the only place she can go to. Appo, അത്രയും ദൈന്യമായ existential crisis അനുഭവിക്കുന്ന ഒരു ജനതയുടെ representative ആണ് ഈ old lady. And on people like her, on her wrinkled face and famished body, the tricolor stings like a venomous asp. And that is a very strong statement for the poet to make. The tricolor stings like a venomous asp എന്ന് പറഞ്ഞാല് poisonous ഒരു snake, viper. ഇല്ലേ? Cleopatra suicide ചെയ്യാൻ ഉപയോഗിച്ച. So the tricolor is a symbol of the nation, of the establishment, of the government, of the bureaucracy, political bureaucracy. So that all those celebratory totems of the nation, it has no meaning for her. Their significance is lost upon this people who are categorized as BPL and denied the basic rights of existence, who are displaced and marginalized and evicted. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. ആൻഡ് പ്രസക്തി ഇല്ലെന്ന് മാത്രമല്ല, ഇറ്റ് സ്റ്റിങ്സ് എന്നാണ് കവി പറയുന്നത്, ഇല്ലേ? ഇറ്റ് സ്റ്റിങ്സ്. സോ ദാറ്റ് ആ ക്ലോസ്ഡ് റാഷൻ ഷോപ്പിലേക്കുള്ള അവരുടെ ജേർണി ഉണ്ടല്ലോ. സോ ഷീ ഹാസ് ടു ട്രാവേഴ്സ് ദിസ് ആരിഡ് ലാൻഡ്സ്കേപ്പ്, dry landscape, sterile landscape, which promises only ruin, in sweltering heat. ഭയങ്കര തീക്ഷ്ണമായ വേനൽ, ഭയങ്കര തീക്ഷ്ണമായ വെയിലൂടെയാണ് അവർ നടന്നു പോകുന്നത്. And she is drenched in sweat, and her BPL card also gets drenched in sweat. And little by little, the letters of the BPL card gets erased in her sweat. Gets erased. The erasure of that identity. Our BPL identity, our BPL categorization and our BPL identity card is her one entitlement to that 1 kilo rice, that 1 liter kerosene, that is so crucial to her survival. That is also getting erased. Erasure. That's a future portent aano ennokku samshayam varuvilla namukku. That's a karyam. Okay, and then what he says, she is a sketch in black and white. She is a sketch in black and white of a poor, forlorn soul. If forlorn soul ennulla rendu prasham repeat cheyyunnundu. What is forlorn? ആശയറ്റ, ഒരു പ്രതീക്ഷയുമില്ലാത്ത, നിരാലംബയായ, forlorn ആത്മാവായിട്ട് ഒരു black and white picture. That is a classic picture of Indian poor. From time Hollywood തുടങ്ങപ്പോൾ തൊട്ടേ ഉള്ള നമ്മുടെ ഒരു ഇന്ത്യൻ പിക്ചർ, ഒരു ക്ലാസിക് പിക്ചർ ആണല്ലേ. സോ ദാറ്റ് ഷീ വാസ് ഓൾവേസ് നോട്ട് ദാറ്റ്. Now she is that. Now she is this classic picture of the Indian poor, of the Indian deprived. But she had her yesteryears when she was young and when she worked, when she had her entitlement on land and forest. She was always not like this. She had her yesteryears. The early evening moon reminds her of those yesteryears when, of the beguiling dreams of forbidden pleasures, of the mad splash of colors of holy. But it is not just food and water and shelter she needs. She is just human, like anyone else, and she needs all these. But now the time has gone by, the time ticks by, and now she's an old lady. She cannot go back. Appadana old lady in the old Dalit woman in the she is a woman. Now she is old. And she is a Dalit woman, a BPL woman, a woman who belongs to the BPL category. So, vulnerability scale, that vulnerable she is, and that deprived she is, that forlorn she is,
അപ്പം അതാണ് ആ ഒരു ഇനി എന്താണ് ദ ഷാഡോ ഓൺ ഹർ റാംഷാക്കിൾ ഫ്രെയിം. റാംഷാക്കിൾ എന്ന് പറഞ്ഞ റാംഷാക്കിൾ ബിൽഡിംഗ് തകർന്നു വീഴാറായ ബിൽഡിംഗിലെ ആ റാംഷാക്കിൾ ഫ്രെയിമിലേക്ക് നൗ ദ ഷാഡോ ഓഫ് പെസ്റ്റിലൻസ് ഇസ് ഫോളിംഗ്, ദ ഡിസീസ് ഇസ് ഫോളിംഗ്. നൗ വുമൻ, ഓൾഡ്, ദളിത് ആൻഡ് നൗ ഡിസീസ്ഡ്. അസുഖം കൂടെ വരുമ്പോൾ ലുക്ക് അറ്റ് ദ ലാച്ചാരി അല്ലേ, ലുക്ക് അറ്റ് the pitiable state now of gradual decay in the ramshackle frame. Disease, deadly as a wood ant's gall, burns the body, the soul, the mind. Disease, deadly as a wood ant's gall. ചെതലിന്റെ ഇത് വന്ന് വീഴുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പൊള്ളത്തില്ലേ? So likewise, ഇങ്ങനെ പുള്ളി ഉള്ളിലേക്ക് burning the body, the mind and the soul, burning. Again, Wastelandile lines we are reminded of, like burning, the fire sermon and all that. See, finally, the decayed house of a deprived nation. So she represents the decayed house of a deprived nation, the people, the Dalit people, the poor people of our nation who are categorized as BPL, who are evicted from places, who are marginalized and displaced. They are the decayed house of a deprived nation, and they are struggling to survive like ancient women. രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഞാൻ forever doomed like ancient women struggling to survive. Forever doomed. Doom means വിധിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ, ഇങ്ങനെ ഒരു വിധി. Like ancient women, the old women എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ the women of the ancient times. നമ്മളിപ്പോൾ ഹിസ്റ്ററി ഒക്കെ കാണുന്നുണ്ടല്ലോ, ഈ സീരീസ് ഒക്കെ കാണുമ്പോൾ യുനോ പഴയ കാലഘട്ടത്തെ കാണിക്കുന്ന ഹിസ്റ്ററി സീരീസ് ഒക്കെ കാണുമ്പോൾ യു സീ ഹൗ ദ വിമൻ ഏത് ക്ലാസ്സിലാണെങ്കിലും ബിലോങ്ങിങ് ടു എനി category and class, how they struggle to survive, how they struggled, what all they stake to survive, what all they put at stake to survive. എന്തൊക്കെ അവർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് സർവൈവ് ചെയ്യാൻ അല്ലേ, അവരുടെ ഐഡന്റിറ്റി, അവരുടെ എല്ലാം. ഓക്കെ, സോ ലൈക്ക് ഏൻഷ്യന്റ് വിമൻ സ്ട്രഗ്ലിംഗ് ടു സർവൈവ്, these people are also struggling to survive the decayed house of a deprived nation. So that is Anil Khara's poem, and he raises in the questions namukku vandirikkunna onnu, how does the poem become a critique of the indifference of the world towards the Dalit community? Indifference, nisangada, lokathinte nisangada Dalit community ide nere ille. I know you create, either you see that there is a problem but you don't see it, you don't acknowledge it ille. You create physical walls and block it out, or you create mental walls, don't see it. So അങ്ങനെ ആ ഒരു നിസ്സംഗതയുണ്ടല്ലോ. അപ്പോൾ അതാണല്ലോ ഇത് മുഴുവൻ ഈ ഒരു പിക്ചറിലൂടെ വരുന്നത്. ആ ഒരു ലാർജർ ഇന്ത്യൻ ക്യാൻവാസിൽ ദ പ്ലൈറ്റ് ഓഫ് ദ ദളിത് വിമനിലൂടെ അനിൽ ഖറായി കാണിക്കുന്ന അങ്ങനെയാണല്ലോ ഇല്ലേ. സോ ഹൗ വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ദ ദളിത് പീപ്പിൾ, ദളിത് കമ്മ്യൂണിറ്റി. പിന്നെ ഒരെണ്ണം വരുന്നത് അനിൽ ഖറായി ഹാസ് യൂസ്ഡ് വിപ്പ് ലാഷ് അഗൈൻസ്റ്റ് ദ ഇൻഎഫിഷ്യന്റ് പൊളിറ്റിക്കൽ ബ്യൂറോക്രസി. ആ ഇൻഎഫിഷ്യന്റ് പൊളിറ്റിക്കൽ ബ്യൂറോക്രസിയാണ് ഈ ക്ലോസ്ഡ് റേഷൻ ഷോപ്സിന്റെ ക്ലോസ്ഡ് റേഷൻ ഷോപ്പ് എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻഎഫിഷ്യന്റ് പൊളിറ്റിക്കൽ ബ്യൂറോക്രസി, ദ കറപ്ഷൻ ഇല്ലേ. വാട്ട് എവർ ആ ട്രിക്കിൾ ഡൗൺ ചെയ്യുന്ന സാധനത്തിനെ അവിടെ ഇവിടെയായിട്ട് തടഞ്ഞു നിർത്തുമ്പോഴാണ് ഇത് ഇവിടം വരെ എത്താത്തത് ഇല്ലേ. To the lowest level, it doesn't reach. So they have to confront these closed ration shops on an everyday basis, and the little rice and the little kerosene and the little dal that they are entitled to, it is not reaching up to them. So അതാണ് അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൂടെ തുറന്ന് കാട്ടുന്നത് ഇല്ലേ. അപ്പം അങ്ങനെ പല രീതി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വായിച്ചെടുക്കാം. പിന്നെ ആ ഒരു ആഗനി ഇല്ലേ, ബട്ട് ദ ആഗനി ദാറ്റ് ഇറ്റ് കൺവേസ്, അത് ഇസ് ഒരു യൂണിവേഴ്സൽ